നെക്സ്റ്റ് ടോപ്പിക്കാണ് മൾട്ടി ക്യാച്ച് ബ്ലോക്ക്. മൾട്ടി ക്യാച്ച് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ട്രൈയും ക്യാച്ചും എന്താണെന്ന് പഠിച്ചു. ട്രൈയിൽ ഫോളോ ചെയ്ത് വരുന്ന ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ക്യാച്ച് ബ്ലോക്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി ക്യാച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇപ്പം ട്രൈയിൽ ഒരു എറർ മാത്രമേ ഉള്ളെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു അരിത്തമെറ്റിക് എററാണ്, അതാണെങ്കിൽ അതിന് തൊട്ട് താഴെ വരുന്ന ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ആ അരിത്തമെറ്റിക് ഒരു എററിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ക്യാച്ച് ബോക്സ് ആയിരിക്കും അതിൻ്റെ തൊട്ട് താഴെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഹാവ് ഒക്കർ error such situations we does not handle a single catch to handle all the എക്സെപ്ഷൻസ് ജനറേറ്റഡ് ഇൻ ട്രൈ ബ്ലോക്ക്. ട്രൈ ബ്ലോക്കിൽ ജനറേറ്റ് ചെയ്ത എല്ലാ ഒന്നിൽ കൂടുതൽ എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു സിംഗിൾ ക്യാച്ച് ബോക്സ് കൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ വി ഗോ ഫോർ മൾട്ടിപ്പിൾ ക്യാച്ച് ബോക്സസ്. ഒന്നിൽ കൂടുതൽ ക്യാച്ച് ബോക്സ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഓരോ എററിനെയും ഓരോ ക്യാച്ച് ബോക്സിൽ ഡിഫൈൻ ചെയ്തിട്ടായിരിക്കും അതിനെ ക്ലിയർ ചെയ്തിട്ട് നെക്സ്റ്റ് ലൈനിന് എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. സച്ച് ടൈപ്പ് ഓഫ് ട്രൈ ക്യാച്ച് ബ്ലോക്ക് ഈസ് നോൺ ആസ് മൾട്ടി ക്യാച്ച് ബ്ലോക്ക്. ഒന്നിൽ കൂടുതൽ ക്യാച്ച് ബ്ലോക്കുകൾ ഒരു ട്രൈ ബ്ലോക്കിനെ ഫോളോ ചെയ്ത് ഒന്നിൽ കൂടുതൽ ക്യാച്ച് ബ്ലോക്ക് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി ക്യാച്ച് ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മൾ അറ്റ് എ ടൈം ഓൺലി 1 എക്സെപ്ഷൻസിനെ ആയിരിക്കും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ മോർ ദാൻ 1 എക്സെപ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെച്ച് എലിമിനേറ്റ് ചെയ്യാനായിട്ട് മൾട്ടി ക്യാച്ച് ബോക്സ് വെച്ച് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടി ക്യാച്ച് ബ്ലോക്ക് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ തന്നെ ആദ്യം ഒരു ട്രൈ ബ്ലോക്ക് വന്നിട്ടുണ്ട്. ട്രൈ ബ്ലോക്കിൽ നമുക്ക് 30/0 ആണ്. ഒരു ഇൻഡിജറിനെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ എന്ത് ടൈപ്പ് എക്സെപ്ഷൻ ഒക്കർ ചെയ്യുന്നത്, അരിത്തമെറ്റിക് എക്സ്പ്രഷൻ ആയിരിക്കും, അരിത്തമെറ്റിക് എക്സെപ്ഷൻസ് ആയിരിക്കും ഒക്കർ ചെയ്യുന്നത്. ആ അരിത്തമെറ്റിക് എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് തൊട്ട് താഴെ അതിൻ്റെ ക്യാച്ച് ബോക്സ് എക്സെപ്ഷൻസ് ഓഫ് ഇ എന്ന് കൊടുത്തിരിക്കുന്നത്. ദെൻ ഇതിനകത്ത് ഏത് ടൈപ്പാണ് ഒക്കർ ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മളത് പഠിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കറിയാം അത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണെന്ന് നമുക്കറിയാം. ഇനി അത് ഏത് ടൈപ്പ് ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാനായിട്ടാണ് മൾട്ടിപ്പിൾ ക്യാച്ച് ബോക്സുകൾ. അത് അരിത്തമെറ്റിക് ആണെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യും, ഇൻ കേസ് ഓഫ് അത് അറേ ആണെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യും, ഇൻ കേസ് ഓഫ് ദെൻ എന്തെങ്കിലും ഇൻഡെക്സിങ്, അതായത് നമ്പർ പോയിൻ്റർ എക്സെപ്ഷൻസ് ആണെങ്കിൽ ഇത് ഹാൻഡിൽ ചെയ്യും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ക്യാച്ച് ബോക്സുകൾ വെക്കുന്നത്. അപ്പം നമ്മളുടെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, ഇത് അരിത്തമെറ്റിക് എക്സെപ്ഷൻസ് ആണെന്ന് മനസ്സിലാക്കും കമ്പൈലർ, അതായത് അസംബ്ലർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അസംബ്ലർ എന്ത് ചെയ്യും, അത് അരിത്തമെറ്റിക് ഒക്കറെന്ന് പറഞ്ഞുള്ള മെസ്സേജ് ആയിരിക്കും ഔട്ട്പുട്ടിൽ നമുക്ക് വരുന്നത്. ക്ലിയർ ആയോ? അതായത് നമ്മൾ ട്രൈ ബോക്സിൽ വരുന്ന ഏത് ടൈപ്പ് ഓഫ് എക്സെപ്ഷനെയും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. ഇൻ കേസ് ഓഫ് എക്സെപ്ഷൻ മാത്രമാണെങ്കിൽ, അത് അരിത്തമെറ്റിക് എക്സെപ്ഷൻസ് മാത്രമാണെങ്കിൽ, അല്ല അരിത്തമെറ്റിക്കിന് വരെ ഇൻഡെക്സ് ആണെങ്കിൽ നമുക്കറിയാമെങ്കിൽ നമുക്കത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. നമുക്കറിയാതെ വരുന്ന എക്സെപ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏത് എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ക്യാച്ച് ബോക്സുകൾ ഒരു ട്രൈ ബോക്സിൻ്റെ താഴെ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കും. സച്ച് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെത്തേഡ് ഈസ് നോൺ ആസ് മൾട്ടി ക്യാച്ച് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ്. ക്ലിയർ ആയോ? ദെൻ നെസ്റ്റഡ് ട്രൈ ബ്ലോക്ക്. നെസ്റ്റഡ് ട്രൈ ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈ ബ്ലോക്കിനകത്ത് വരുന്ന മൾട്ടിപ്പിൾ ട്രൈ ബ്ലോക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റഡ് ട്രൈ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ട്രൈ ബ്ലോക്കിനകത്ത് ഒന്നിൽ കൂടുതൽ ട്രൈ ബ്ലോക്കുകൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് ട്രൈ ബ്ലോക്സ് ആർ നോൺ ആസ് ദേ ആർ നെസ്റ്റഡ് ട്രൈ ബ്ലോക്സ്. അപ്പം ട്രൈ സ്റ്റേറ്റ്മെൻറ്റ് 1 ട്രൈ, അതിനുശേഷം അതിനകത്ത് ഈ ട്രൈയുടെ അകത്ത് വരുന്നതാണ് ഈ ട്രൈ. അതിനുശേഷം എന്ത് ചെയ്യും, ഓരോ ട്രൈക്കും ഓരോ ക്യാച്ച് എക്സെപ്ഷൻസും കൂടെ നമ്മൾ കൊടുക്കും. എത്ര ട്രൈ ബ്ലോക്ക് ഉണ്ടോ അത്രയും തന്നെ നമ്മൾ ക്യാച്ച് ബോക്സുകളും ഡിഫൈൻ ചെയ്യണം ഫോർ ഹാൻഡ്ലിംഗ് എക്സെപ്ഷൻസ്. ക്ലിയർ ആയോ? ആ ടൈപ്പ് ഓഫ് അപ്പം മൾട്ടിപ്പിൾ ട്രൈ ബ്ലോക്സുകൾ വരുന്നതിനെയാണ്, നെസ്റ്റഡ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റഡ് ട്രൈ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ക്ലിയർ ആവും. ഇതൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ട്രൈക്ക് അകത്ത് വന്ന വേറൊരു ട്രൈ ആണ് ഇത്. ഇവിടെ ജനറേറ്റ് ചെയ്ത എക്സെപ്ഷൻ അരിത്തമെറ്റിക് എക്സെപ്ഷൻ ആണ്. അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അരിത്തമെറ്റിക് ക്യാച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തൊരു ട്രൈ വിളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വരുന്ന എക്സെപ്ഷൻ എന്താണ്, അറേ ഇൻഡെക്സ് ഔട്ട് ഓഫ് ബോർഡർ എക്സെപ്ഷൻ ആണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അതിൻ്റെ ക്യാച്ച് വിളിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, ഇത് അരിത്തമെറ്റിക് അല്ല വേറെന്തെങ്കിലും ഇൻഡെക്സിങ് ആണെങ്കിൽ ആ ഒരു ടൈപ്പിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അടുത്തൊരു ക്യാച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് എത്ര ക്യാച്ചസ് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ക്യാച്ചസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. പക്ഷേ ട്രൈ എന്ന് പറയുന്നത് നെസ്റ്റഡ് ആണോ എന്ന് നോക്കണം. അതായത് ഒരു ട്രൈക്ക് അകത്ത് ഒന്നിൽ കൂടുതൽ ട്രൈനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആ ടൈപ്പ് ഓഫ് ഹാൻഡ്ലിംഗ് എക്സെപ്ഷൻ മെത്തേഡ്സിനെയാണ് നമ്മൾ നെസ്റ്റഡ് ട്രൈ ബ്ലോക്സ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ആണ് ഫൈനലി ബ്ലോക്ക്.
ഫൈനലി കീവേഡ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമോ അല്ലെങ്കിൽ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ആ പ്രോഗ്രാമിനെ നമ്മൾ എൻഡ് ചെയ്യണം. എൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫൈനലി കീവേഡ് യൂസ് ചെയ്യുന്നത്. ഫൈനലി എന്ന് പറഞ്ഞൊരു കീവേഡാണ് ഇത്. എക്സിക്യൂട്ട് ഇമ്പോർട്ടൻറ്റ് കോഡ് സച്ചസ് ക്ലോസ് കണക്ഷൻ സ്ട്രീം, അതായത് നമ്മൾ എൻഡ് ഓഫ് ദ പ്രോഗ്രാം, ക്ലോസ് കണക്റ്റിംഗ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ അത് ടെർമിനേറ്റ് ചെയ്യുന്ന സംഭവം അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫൈനലി കീവേഡ്. അതായത് അത് പ്രോഗ്രാമിൻ്റെ കോർ പാർട്ടുകളായ എൻഡിങ് പ്രോസസ്സിന്, എൻഡിങ് സ്ട്രീംസിന് ഡിക്ലെയർ ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ടെർമിനേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഫൈനലി എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ഫൈനലി ബ്ലോക്ക് ഓൾവേസ് എക്സിക്യൂട്ട് വെദർ ദ എക്സെപ്ഷൻ ഹാൻഡിൽ ഓർ നോട്ട്. അതായത് നമ്മളുടെ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്താലും ഇല്ലെങ്കിലും ഫൈനലി എന്ന് പറയുന്ന കീവേഡ് വെച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലൈനിന് നമ്മൾ എന്ത് ചെയ്യണം, മസ്റ്റായിട്ടും എക്സിക്യൂഷൻ പെർഫോം ചെയ്തിരിക്കണം. അത് ഓൾറെഡി നമ്മളുടെ അസംബ്ലർ എക്സിക്യൂട്ട് ചെയ്തോളും. നമ്മളുടെ കമ്പൈലർ അല്ലെങ്കിൽ നമ്മളുടെ ജാവയിൽ ഉണ്ടായിരിക്കുന്ന കമ്പൈലർ നമ്മൾ അത് എക്സിക്യൂഷൻ പെർഫോം ചെയ്തോളും. ബിക്കോസ് എന്താണ്, അതിന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫൈനലി എന്ന് പറഞ്ഞ കീവേഡാണ്. അത് മസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ലൈനാണ് with or without handling exceptions, എക്സിക്യൂട്ടിങ് എക്സെപ്ഷൻസ്. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റേഷനാണ് ഇവിടെ പറയുന്നത്. അതായത് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താലും ഇല്ലെങ്കിലും എന്താണ്, ഫൈനലി എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യണം. എന്നിട്ട് എന്താ, ആ ഫൈനലി ബ്ലോക്ക് എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്താൽ ഹാൻഡിൽ ചെയ്തിട്ട് ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഹാൻഡിൽ ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യണം, ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഫൈനൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈനലി വരുന്ന കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ ഫൈനലി എക്സാമ്പിൾ വേർ എക്സെപ്ഷൻ ഡസ് നോട്ട് ഒക്കർ, എക്സെപ്ഷൻ ഒക്കർ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ട്രൈയും ക്യാച്ചും വെച്ചിട്ടുണ്ട്. അതായത് ഇതിവിടെ അരിത്തമെറ്റിക് എക്സെപ്ഷൻസ് വരുന്നില്ല, നൾ പോയിൻ്റ് എക്സെപ്ഷൻസ് വരുന്നില്ല. 25-ന് 5 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, ഫൈനലി വെച്ചിട്ട് നമ്മൾ ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യണം. ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ പ്രോഗ്രാമിനെ ടെർമിനേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, സിസ്റ്റം ഡോട്ട് ഔട്ട് റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് സിസ്റ്റം ഡോട്ട് ഔട്ട് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സാധനമായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് ഡിഫൈൻ ചെയ്യും. നമ്മുടെ ഔട്ട്പുട്ട് 5 വരും. കാര്യം 25/5 എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിൻ്റെല്ലാം ഡേറ്റയാണ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, 25/5 എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കാണിക്കണം. പ്ലസ് എന്താണ്, ഫൈനലി ബ്ലോക്കിൽ എന്താണോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതും കാണിക്കണം. ഫൈനലിയിൽ എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ദ കോഡ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ എന്താ, ഫൈനലി എന്ന് പറഞ്ഞ കീവേഡ് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ അത് രണ്ടും നമ്മൾ എക്സിക്യൂഷൻ പെർഫോം ചെയ്തിരിക്കണം. ദെൻ രണ്ടാമത്തെ സിനാരിയോ ആണ് ഫൈനലി എക്സാമ്പിൾ വേർ ദ എക്സെപ്ഷൻ ഒക്കർ ആൻഡ് നോട്ട് ഹാൻഡിൽഡ്. അതായത് എക്സെപ്ഷൻ ഒക്കർ ചെയ്തു പക്ഷേ നമ്മളതിനെ ഹാൻഡിൽ ചെയ്തില്ല. ഒക്കർ ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഹാൻഡിൽ ചെയ്താലും ഹാൻഡിൽ ചെയ്തില്ലെങ്കിലും വി മസ്റ്റ് എന്താണ്, എക്സിക്യൂട്ട് ദ ലൈൻ വിച്ച് ആർ ഡിസ്ക്രൈബ്ഡ് യൂസിങ് ഫൈനൽ കീവേഡ്. എന്താണ്, ക്ലാസ് ഇപ്പോൾ ഒരു ഇതാണ് ഇവിടെ 25/0 എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഡേറ്റയിൽ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ബിക്കോസ് ഇവിടെ നൾ പോയിൻ്റർ വാല്യൂ ആണ്. ഒരു വാല്യൂവിനെ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്താ, ആ എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. പക്ഷേ ഫൈനലി എന്ന് പറഞ്ഞ കീവേഡിൽ വരുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എക്സിക്യൂഷൻ പെർഫോം ചെയ്യണം. ഇവിടെ ഹാൻഡിൽ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സെപ്ഷനെ നമ്മൾ ക്യാച്ച് ചെയ്യുമ്പം നൾ പോയിൻ്റ് ഓഫ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞ്, അതായത് അതിന് മുന്നേ ഇതിൻ്റെ സിസ്റ്റം ഡോട്ട് ഔട്ട് പ്രിൻ്ററിന് അതിൻ്റെ ഡേറ്റയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡേറ്റ വരുമോ, ഒരു ഡേറ്റയും വരത്തില്ല. നോർമലി ഇത് നമ്മൾ ഈ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് ആൻഡ് ഈ ക്യാച്ചിന് ശേഷമാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നതെങ്കിൽ അത് എക്സിക്യൂഷൻ പെർഫോം ചെയ്തേനെ. കാര്യം എന്താണ്, ഇത് ഒരു എക്സെപ്ഷനാണ്, എറർ ഒക്കർ ചെയ്തു എന്നുള്ളൊരു മെസ്സേജ് നമുക്ക്, എറർ വന്നു എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടിയേനെ. അതില്ലാത്തത് കൊണ്ട് എന്താണ്, ഇവിടെ ഡേറ്റയുടെ ഭാഗത്ത് വരുമ്പോഴത്തേക്കും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല. സോ എന്താണ്, നേരെ ഈ ലൈനായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് ഫൈനലി ബ്ലോക്ക് എക്സിക്യൂട്ടഡ് എന്ന് പറയുന്ന മെസ്സേജ് വരും. ആ പ്രോഗ്രാമിൻ്റെ റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം എക്സിക്യൂഷൻ പെർഫോം ചെയ്യത്തില്ല. ഒരു വാല്യൂവിനെ നമുക്ക് 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. മൂന്നാമത്തെ സിനാരിയോ ആണ് എക്സെപ്ഷൻ ഒക്കർ ആൻഡ് ഹാൻഡിൽഡ്. എക്സെപ്ഷൻ ഒക്കറുകയും ചെയ്തു, അതിനെ ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു. നോക്ക്, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 എന്ന് പറഞ്ഞിട്ട് തന്നു. അതിനെ നമുക്ക് നോക്ക്, ഈ ഒരു എക്സെപ്ഷൻ നമ്മൾ ഹാൻഡിൽ ചെയ്തു. ക്യാച്ച് ബോക്സ് ഉണ്ട് ഇതിനകത്ത്. ഇതുകൊണ്ട് നമ്മുടെ ഡിഫറൻസ് മനസ്സിലായോ? അതായത് ഇതിനകത്ത് നമുക്ക് 25/0 എന്ന് പറയുന്നതിന് നമുക്ക് എന്താ, അതിനെ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടില്ല. ഇവിടെയാണെങ്കിൽ ഇതിനെ നമ്മൾ എക്സെപ്ഷൻസിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് അതിനെ നമ്മൾ എന്താ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. റെസ്റ്റ് ഓഫ് ദ പ്രോഗ്രാം അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് അടുത്തതാണ് എന്താ, ത്രോ കീവേഡ്.
ത്രോ കീവേഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് ജാവ ത്രോ കീവേഡ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്ലിസിറ്റ്ലി ത്രോ ആൻ എക്സെപ്ഷൻ. ഒരു എക്സെപ്ഷനെ ത്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എക്സെപ്ഷൻ ത്രോ അല്ലെങ്കിൽ ത്രോ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു എക്സെപ്ഷൻ നമ്മുടെ പ്രോഗ്രാമിൽ ഉണ്ടായി, ആ ഒരു പ്രോഗ്രാമിലെ എക്സെപ്ഷൻസിനെ എന്താണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ അല്ലെങ്കിൽ ത്രോ ചെയ്യാൻ, പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ത്രോ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. ത്രോ ക്യാൻ ബി എയ്തർ ചെക്ക്ഡ് ഓർ അൺചെക്ഡ് എക്സ്പ്രഷൻ. അതായത് ത്രോ എന്തിലൊക്കെ വരാം, ചെക്ഡിലും വരാം അൺചെക്ഡിലും വരാം. ചെക്ഡ് എന്താണ്, ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന, അതായത് ഒരു ക്ലാസ്സിൻ്റെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്ത ക്ലാസ്സിലും ഉണ്ടെങ്കിലാണ് ചെക്ഡ്. അൺചെക്ഡ് എന്ന് പറയുന്നത് റൺ ടൈമിൽ വരുന്ന എക്സെപ്ഷൻസ്. അപ്പോൾ അങ്ങനെ ഏത് ടൈപ്പ് വന്നാലും എന്താണ് ത്രോ കീവേഡ് വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നമ്മളുടെ ഏജ് ലെസ് ദാൻ 80 എന്ന് പറയുന്നത് നമ്മൾ കണ്ടീഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ത്രോ ന്യൂ അരിത്തമെറ്റിക്, എന്തെങ്കിലും അരിത്തമെറ്റിക് എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ സിസ്റ്റം ഡോട്ട് പറഞ്ഞ വെൽക്കം ടു ഓട്ട്. ദെൻ എന്താണ് ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പം എക്സെപ്ഷൻ ഇൻ ത്രെഡ് മെയിൻ ഡോട്ട് ജാവ അരിത്തമെറ്റിക് എക്സെപ്ഷൻസ് നോട്ട് വാലിഡ്. അതായത് ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ, അതായത് എന്തൊരു ഡിവിഷനും എന്തെങ്കിലും പെർഫോം ചെയ്തിട്ടുണ്ടോ, ഇല്ല. ഏജ് ലെസ് ദാൻ 30 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളൂ. ഏജിൻ്റെ വാല്യൂ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു അരിത്തമെറ്റിക് എക്സെപ്ഷൻസ് അല്ല. ആ എക്സെപ്ഷൻ എന്തോ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ത്രോ ചെയ്ത് കാണിക്കും. നോക്ക്, നോട്ട് എ വാലിഡ്, അതായത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ നോട്ട് വാലിഡ്. ഇങ്ങനെ ഒരു അരിത്തമെറ്റിക് എക്സെപ്ഷൻ ഇവിടെ വാലിഡ് അല്ല എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദെൻ ജാവ ത്രോ കീവേഡ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ ആൻ എക്സെപ്ഷൻ. ഒരു എക്സെപ്ഷനെ ഡിക്ലെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ ത്രോ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഗീവ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ ടു പ്രോഗ്രാമർ ദാറ്റ് there may occur an exception, so it is better the programmer to provide an exception handling code so that normal flow can be maintained. അതായത് നമുക്ക് എന്താണ്, പ്രോഗ്രാമറിന് ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കും, നിങ്ങളുടെ പ്രോഗ്രാമിൽ എറർ വന്നിട്ടുണ്ട്, അപ്പം നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ നോർമൽ ഫ്ലോയെ എന്താണ് ഇൻ്ററപ്റ്റ് ചെയ്യാതെ പ്രോഗ്രാമിന് എക്സിക്യൂഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താണ് ആ ഒരു എക്സെപ്ഷനെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് ആർക്ക് കൊടുക്കും, പ്രോഗ്രാമറിന് കിട്ടും. ത്രോ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ കിട്ടും. സോ നമുക്കതിനെ ഈസിലി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ദെൻ അതിൻ്റെ സിൻടാക്സ് ആണ് എന്താണ്, റൺ ടൈപ്പ്, മെത്തേഡ് നെയിം, ത്രോ, എക്സെപ്ഷൻ, ക്ലാസ് നെയിം, അതിൻ്റെ മെത്തേഡ് കോഡ് വിച്ച് എക്സെപ്ഷൻ ഷുഡ് ബി ഡിക്ലെയർ. ഇതാണ് നമ്മൾ എക്സെപ്ഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ദെൻ ഇതൊരു എന്താണ്, ചെക്കിലും പറ്റും അൺചെക്കിലും പറ്റും എററിലും, ആ ഒരെണ്ണമാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ത്രോ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഇവിടെ നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ത്രോ, അതായത് എന്തെങ്കിലും IO എക്സെപ്ഷൻസ് ഒക്കർ ചെയ്യും എന്നുള്ള ഇൻഫർമേഷൻ, അതായത് നമ്മിൻ്റെ വാല്യൂ നമ്മൾ ഇൻറ്റ് നമ്മ ത്രോ ന്യൂ ക്ലാസ് ഓഫ്, അതായത് എക്സെപ്ഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചെക്കിംഗ് ആണ്. അതായത് എന്തെങ്കിലും വന്നാൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ ഈ ലൈനിൽ ഡിസ്പ്ലേ ചെയ്യണം. നോക്ക്, ദെൻ അടുത്ത നമ്മളുടെ മെയിൻ ട്രൈ ബ്ലോക്ക് ഡിഫൈൻ ചെയ്യണം. ദെൻ ക്യാച്ച് ബ്ലോക്ക് ഡിഫൈൻ ചെയ്തത് എന്ത് എക്സെപ്ഷൻസ് ആണ് വന്നതെന്നുള്ളത്. അപ്പോൾ അതാണ് എന്താണ് അതിൻ്റെ ഔട്ട്പുട്ടിൽ എന്ത് കാണിക്കണം, ഔട്ട്പുട്ട് സ്ക്രീനിൽ നമുക്ക് എന്ത് കാണിക്കണം, IO എക്സെപ്ഷൻ ഒക്കർ, എന്തെങ്കിലും IO ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷൻസ് ഒക്കർ ചെയ്തു. കാരണം നമ്മിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്താലേ അത് ഈക്വൽ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എന്താണ് നമ്മിൻ്റെ വാല്യൂ നമ്മൾ കൊടുത്തില്ലെങ്കിൽ എന്താണ് അവിടെ IO എക്സെപ്ഷൻസ് ആണ് ഒക്കർ ചെയ്യുന്നതെന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ജാവ ത്രോ കീവേഡ് വെച്ച് എക്സെപ്ഷനെ ഹാൻഡിൽ ചെയ്യുന്നൊരു മെത്തേഡ്. അപ്പം എന്താണ് ഇത്രയേ ഉള്ളൂ. അപ്പം തേർഡ് മൊഡ്യൂളിൻ്റെ ഹാഫ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഹാഫ് പോർഷൻ നെക്സ്റ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തേക്കാം. താങ്ക് യു.